എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. അയ്യോ, അതിന്റെ ഭാഗമാണ് ഈ തട്ടുകടാ. ഓ പിന്നെ അല്ലാതെ എന്തറിയേ. അല്ലണ്ണ, ഞാൻ ഈ പഴയ ആൾക്കാരൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് കേട്ടാ. കഷ്ടകാലം നമുക്ക് പിടിപെടുമ്പോഴാണ് നമ്മൾ കല്യാണം കഴിക്കണേന്ന്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് സുനിയുടെ കഷ്ടകാലോ അതോ ചന്ദ്രയുടെ കഷ്ടകാലോ? അതെന്തൊരു വർത്താനാണ് നിങ്ങൾ പറയണത്? അത് എന്നെ ഒരുമാതിരി കളിയാക്കിയത് പോലെയല്ലേ? അല്ല, അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവിടെ ഇരുന്ന് ആലോചിച്ച് നോക്കി ആർക്കാണ് കുഴപ്പമെന്ന്. എനിക്കിവിടെ വേറെ ജോലിയുണ്ട്. അല്ല ചന്ദ്രി, രണ്ടുപേരും ഒരുമിച്ചല്ലേ കല്യാണം കഴിച്ചത്? എവിടെ? അല്ല, സുനി എവിടെ? അങ്ങേര് രാവിലെ എണീറ്റ് എവിടെ പോയതാണ്? ഇതുവരെ വന്നിട്ടില്ല. എവിടെ എന്തേ പോയി കിടക്കട്ടെ അവിടെ എവിടെയെങ്കിലും. ചന്ദ്രി അതാ പിളന്നോണ്ട് വരണ ഇവിടുന്ന്. ചന്ദ്രി, നിങ്ങൾ എവിടെയാ പോയിരുന്നത്? ഞാൻ ഒരു സർപ്രൈസ് ഉണ്ടാക്കാം. എന്തൊരു സർപ്രൈസ്? കാണിച്ചേരി. എന്തൊരു സർപ്രൈസ്? സർപ്രൈസ് ആകുമ്പോഴേ കാണിക്കത്തുള്ളൂ. നിങ്ങൾ കാണിച്ചേരി. എന്തൊരു സർപ്രൈസ് ആകുമ്പോഴേ കാണിക്കത്തുള്ളന്ന്. നീ കട തുറന്നുകൊണ്ട് വെച്ചിട്ട് മറ്റേ കസ്റ്റമേഴ്സ് വന്നില്ലായിരുന്ന? ആരും വന്നില്ലെന്ന്? ഓ, 4 വടയും 8 സുഖിയനും ഇവിടെ ഉള്ളപ്പോ കസ്റ്റംസ് ഇവിടെ വരണം. ഇവിടെ എന്തൊരു ഗോൾഡ് ബിസ്ക്കറ്റിന്റെ ബിസിനസ്? അതല്ല, പിന്നെ കഴിക്കാൻ പറഞ്ഞ കസ്റ്റമേഴ്സ്. നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങി പിന്നെ എന്താ നിങ്ങൾ വാ തുറക്കണത്? മിണ്ടാതിരുന്നാ പോരെ നിങ്ങൾക്ക്? അല്ലേ, ഇവക്ക് എല്ലാം തകഞ്ഞ് ചന്ദ്രനെ കൂടി പെയ്യാ മതി, ബാക്കി എല്ലാം തകഞ്ഞു. ഓ തന്നെ, അങ്ങനെ ഞാനേ 4 അറ്റ കൂട്ടിമുട്ടിക്കാൻ കിടന്ന് പാടുപെടുന്നു. ഇപ്പൊ ബിസിനസ് ഡള്ളാണ്, നിങ്ങൾക്ക് അറിയാല. പിന്നെ നിങ്ങൾ എന്താ വർത്താനം പറയണത്? നാളെ മുതൽ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഊണും കൂടെ കൊടുക്കും. ആ തട്ടുകടയിൽ ഊണും കൂടെ നാളെ കൊടുക്കും നമ്മൾ. ആര് ചോറ് വെക്കും? അതെ, ഞാൻ നല്ല മണി പോലുള്ള അരിയിട്ട് ചോറ് കൊടുക്കും. ഈ മണി പോലെ അരി വെച്ച് ചോറ് കഴിച്ചാലേ ഇത് കഴിക്കുന്നവരെ കിണികിണിന്ന് പറഞ്ഞു ഇതോടെ അത്രയും നടന്നുകൊണ്ട് കഴിക്കും കേട്ടോ. അല്ല, അവർ എങ്ങനെ വേണമെങ്കിലും നടന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്റെ ബിസിനസ് ആണ് പ്രധാനം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നാളെ മുതൽ ഊണിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സാധാ ഊണും ഒന്ന് സ്പെഷ്യൽ ഊണും. ചന്ദ്രി, എന്തൊരു സാധാ മീൽസും സ്പെഷ്യൽ മീൽസും? ഈ സാധാ മീൽസിന്റെ കല്ല് കിട്ടിക്കഴിഞ്ഞാൽ അണ്ണൻ മാപ്പ് പറയണം. സ്പെഷ്യൽ മീൽസിൽ കല്ല് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാപ്പ് പറയും. ചുരുക്കം പറഞ്ഞാൽ നാട്ടുകാരൻ മൊത്തം ബാബളന്ന് ഞാൻ മാപ്പ് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരുമല്ലേ? അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും, പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നടക്കും. ഇതൊന്നും ചെയ്താൽ നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞ എന്താണെന്നറിയാമോ? നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കണം. സ്പെഷ്യൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നാളൊരു പാചക പരിപാടി കണ്ടായിരുന്നു കേട്ടാ. പാചക പരിപാടിയിലാണെങ്കിൽ കപ്പിനകത്തോട്ട് മുട്ട പൊട്ടിച്ചിട്ടതിന് ശേഷം എടി ഇതൊന്ന് കേട്ടിട്ട് പേടി, നീ അതിന്റെ ഇടയിൽ കൂടെ എന്തിനാ ഓംലെറ്റ് കൊടുക്കാൻ എടി 2 മുട്ട പൊട്ടിച്ച് ഈ കപ്പിനകത്തോട്ടിടും. എന്നിട്ട് നമ്മളെ ചെറുപഴമില്ലേ, ചെറുപഴം എടുത്ത് കുഴച്ചിട്ട് ഇതിനകത്തോട്ടിടും. ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ഇച്ചിരി സവാള, ഇച്ചിരി എല്ലാം കൂടെ കടകടകടകടന്ന് 4 അടിയടിച്ച് ആ കല്ലിനകത്തോട്ട് ഒടിച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് ചുരുട്ടിയെടുത്ത് ആൾക്കാരെ വാക്കാത്തോട്ട് വെച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എന്തര്? അല്ല, ഇത് ചുരുട്ടിയെടുത്ത് ആൾക്കാരെ വാക്കാത്തോട്ട് വെച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കുമെന്ന്. ഇത് തിന്നണ കുറച്ചു പേര് ഇങ്ങനെ ഇരിക്കും, കുറച്ചു പേര് ഇങ്ങനെ ഇരിക്കും. അതെന്തടി നീ ആക്കിയതാ? അയ്യോ, ഞാൻ ആക്കിയില്ലല്ല അണ്ണാ. ഇവളെന്നെ എപ്പോഴും ഒരു ആക്കിയ വർത്തമാനം അണ്ണാ. ഞാനിവളെ കല്യാണം കഴിച്ച ഇവിടെ മാപ്പിളയല്ലേ, ഇവളെന്തിനെ ഒരു ആക്കിയ വർത്തമാനം? എപ്പോഴും ഒരു ആക്കിയ വർത്തമാനം. അണ്ണാ, നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയ വർത്തമാനം അവിടെ നിർത്തി. എന്തൊരു കിടന്നു പറഞ്ഞോണ്ടിരിക്കണത്? എടി ചിക്കൻ കൊണ്ടുവന്നായിരുന്നാ? അത് നമ്മളെ സോമശേഖരൻ അണ്ണ രാവിലെ 5 കിലോ കൊണ്ടുവന്ന്. അപ്പൊ ഈ ചിക്കൻ ഒലർത്തുമ്പോ പറ്റിക്കണോ? എന്റെ ചെറിയ അറിവ് വെച്ച് പറയട്ടാ, ഈ നാട്ടിൽ ഒലത്താനും പറ്റിക്കാനും നിന്നെ കഴിഞ്ഞ ആളുള്ളു. അതെന്തൊരു വർത്താനം നിങ്ങൾ പറഞ്ഞത്? നാളെ മുതൽ തിന്നാൻ ഞാൻ ഉണ്ടാക്കും. ചായ നിങ്ങൾ അടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഞാൻ തന്നല്ലേ ചായ അടിക്കണ. പക്ഷെ ഇനി കുറച്ച് കൂടെ കടുപ്പം വേണം. എടി ചന്ദ്രി, ഞാനൊരു കാര്യം പറയട്ടാ. നമ്മൾ 45 രൂപയ്ക്ക് 1 ലിറ്റർ പാല് മേടിക്കും. അതിൽ 2 ലിറ്റർ വെള്ളം ചേർക്കും, ഇച്ചിരി തേയിലപ്പൊടി, ഇച്ചിരി പഞ്ചസാരയും പിന്നെ ഇച്ചിരി വാട്ടവെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ 60 പേർക്ക് കൊടുക്കും. അതിലും വലിയ കടുപ്പം വേണോ? കുറച്ച് കൂടുതലല്ലേ? കൂടുതലായി പോയി, അതുകൊണ്ട് പറഞ്ഞതാണ്. വേണ്ട. ഫോൺ അടിക്കണടി. എവിടെ ഫോൺ അടിക്കണു? അതോ ഇരിക്കും, ഇങ്ങനെ എടുത്തു തരും. ആരടി ഇതിന്റെ ഈ നേരത്തെ ഫോൺ വിളിക്കുന്ന? പെണ്ണെ, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ ഇല്ല, പ്രശ്നമൊന്നും ഇല്ലെന്ന്. നിന്റെ പ്രായത്തിൽ ഇതൊക്കെ നടക്കണ കാര്യങ്ങളൊക്കെ തന്നെ ചേച്ചി ആരടുത്തും പറഞ്ഞില്ലടി. ഇല്ല. അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ആർക്ക് കേട്? ചെടി വളർത്തണോന്. നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഇലക്കാണ് കേട്. ഇല്ല, ചേച്ചി ആരടുത്തും പറയും ഇല്ല. പെണ്ണെ പറയൂല. ഇല്ലടി, പറയൂലെന്ന്. പെട്ടെന്ന് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ പറയുള്ളൂ. പിന്നെ നീ എന്തൊരു കുണുകുണുകുണുകൂടാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? ചെവളെ കുത്തി കീർക്കളെ മര്യാദയ്ക്ക് വെച്ചിട്ട് പോവണ്ട അങ്ങോട്ട്. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിട്ട് എന്തോരം ഉണ്ടോ? ആരടി ചന്ദ്രി? അണ്ണന്റെ ക്ലാസ് അണ്ണന്റെ മൂത്ത മോള് മീര. അവളെന്തിനു വിളിച്ച? ഇന്നലെ രാത്രി 12:30 പട്ടി കുരക്കണ ശബ്ദം. ഡക്ലസ് അണ്ണന്റെ പട്ടി മോസി. അവള് കുരക്കണ ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കി എന്തരെന്ന്. അപ്പൊ ഈ അണ്ണന്റെ മൂത്ത മോള് മീര ഫോണും വെച്ചോണ്ട് അടുക്കള വാതിലും തുറന്നിട്ട് അവിടെ നിക്കണ്. ഞാൻ ചോദിച്ചു, എന്തായിരുന്നു വേണ്ട നീ അവിടെ നിക്കണത് എന്ന് ചോദിച്ചപ്പോ എവള് പറയല്ലേ, കൊറിയർ ആരോ കൊണ്ടുവരുമെന്ന് അത് വാങ്ങിക്കാൻ വേണ്ടി നിക്കണേന്ന്. അപ്പോഴേ എനിക്കൊരു സംശയം തോന്നി. അല്ലണ്ടാ, രാത്രി 12:30 കൊറിയർ കൊണ്ടുവരും.
കൊണ്ടുവരുവോ? അല്ല, എനിക്കിപ്പോ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് മനസ്സിലായി കേട്ടാ. എന്തരണ്ണ? ഈ മീര ഇല്ലേ, ഡെയ്സി ചേച്ചിയുടെ ഡഗ്ലസ് അണ്ണന്റെ മോള് തന്നെ. അതെന്ത്? പണ്ട് ഇതുപോലെ ഒരു ദിവസം രാത്രി പത്രവും കൊണ്ട് ആ വീട്ടിലോട്ട് വന്നെന്നെ ഡഗ്ലസ് അണ്ണായി. പുറം ലോകം കണ്ടിട്ടില്ല. അന്നല്ലേ അണ്ണ? അല്ല, ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കാണ്. അവക്ക് വല്ല പ്രേമം ഉണ്ടെങ്കിൽ നീ എന്തിനാ അതിനകത്ത് ഇടപെടാൻ പോണ? അതിന് ഞാൻ ഇടപെട്ടില്ലല്ലോ. അവള് എന്റെ അടുത്ത് ഫോൺ വിളിച്ച് ചോദിച്ച് എന്തെങ്കിലും പറയൂ, ആരെടുത്തല്ല ഞാൻ ഒന്നും പറഞ്ഞില്ല. നാട്ടുകാർ അവളെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ നീയാണ് ഇതിന്റെ ഇടനിലക്കാരി എന്ന് പറയത്തില്ല. എന്നെ ഇടനില കാര്യം എന്ന് പറയാൻ ഞാൻ എന്ത് ചെയ്തെന്ന് നിങ്ങൾ ഈ പറയണത്? അല്ല, എന്തെങ്കിലും അങ്ങ് ചോദിക്കുമ്പോൾ അവള് ഇളക്കം വരുത്തോണ്ട് എന്റെ മണ്ടയിലോട്ട് കയറാൻ പറ്റും. ഇളക്കം വരുത്തി എടുക്കണം. നിങ്ങൾക്കല്ലേ ഇളക്കം വരുത്തി എടുക്കണം? ഞാൻ ഉറിഞ്ച കുത്തിയാവുണ്ടല്ലേ. എന്റെ കയ്യത്തിന് മാങ്ങ പറിക്കാൻ പോകുമോ? കുത്തി കിറക്കണം. എന്റെ മണ്ടക്കിട്ടൊരു കൊട്ടടിച്ചാൽ 8 കണക്കിന് ഇവിടെ കിടന്ന് പറയാം. ഞാൻ പറഞ്ഞു എന്നെ കൊട്ടണ്ണ, നിങ്ങൾ എന്നെ കൊട്ടണ്ണ. പെണ്ണെ ചന്ദ്രി, എന്തര് ദേഷ്യം വരുമ്പോ നിന്നെ കാണാൻ 6-ാം തമ്പുരല്ല മഞ്ജു വാര്യരെ പോലെ തന്നെ. അത് കലക്കി സുനി. സുനി എന്ത് പെട്ടെന്നാണ് ചന്ദ്രയെ കൂളാക്കിയത്. എന്താണ് ഈ ഐഡിയ? അണ്ണാ, അത് സംഭവം വേറൊന്നുമല്ല. ഈ രോഗം വന്നു കഴിഞ്ഞാലേ രോഗത്തിനല്ല ചികിത്സിക്കേണ്ടത്, രോഗിയാണ് ചികിത്സിക്കേണ്ടത്. ചുരുക്കം പറഞ്ഞ മാടമ്പള്ളിയിലെ ചിത്തരോഗി ഞാനല്ല, തന്തിരിയാണ്. അണ്ണ എന്തര്? അല്ല, ശോഭന. എടി, ചായ ബിജു ഒന്ന് 10 കാശ് തന്നായിരുന്ന? അത് നമുക്ക് ഇനി കിട്ടൂല. അതെന്ത്? മുക്കിൽ അമ്മച്ചിക്ക് ഇന്നലെ അറ്റാക്ക് വന്ന്, അപ്പൊ ഈ ചായ ബിജുവിനെയാണ് വിളിച്ചത്. അവനാണ് ഞാൻ ഇപ്പൊ ആംബുലൻസ് ഡ്രൈവറായിട്ട് പോണ്. യവന് പക്ഷെ ഒരു കുഴപ്പമുണ്ട് കേട്ടാ. എവിടെയെങ്കിലും ചായക്കട കണ്ട അവിടെ നിർത്തി ചായ കുടിച്ചിട്ട് യവൻ പോവുള്ളൂ. ഇന്നലെ ഈ അമ്മച്ചി എടുത്തോണ്ട് പറഞ്ഞ വഴിക്ക് നമ്മളെ തട്ടുകട കണ്ട് അവിടെ നിർത്തി യവൻ ചായ കുടിച്ചോണ്ട് നിൽക്കണം. എനിക്കറിയാമോ അറ്റാക്ക് വന്ന അമ്മച്ചി അതിനകത്ത് കിടക്കണമെന്ന്. യവ ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞു, ഞാനും വർത്താനം പറഞ്ഞു, വടയും തിന്ന് ചായയും കുടിച്ച് ആഘോഷിച്ചിട്ട് യവൻ വണ്ടി എടുത്തോണ്ട് ആശുപത്രി പോയി. അവിടെ ചെന്നപ്പോ രോഗിയും പോയി, അവന്റെ ജോലിയും പോയി. ചുരുക്കം പറഞ്ഞാ നമ്മുടെ കാശും പോയി. ഓ, അത് തന്നെ. അല്ല, നിങ്ങളെ സർപ്രൈസ് എടുക്കടി. നമ്മളെ ഫിലിപ്പോസ് ഇല്ലേ, ഫിലിപ്പോസിന്റെ ഞാൻ പറഞ്ഞു നമ്മുടെ കടയ്ക്ക് ഒരു ബോർഡ് എഴുതി തരാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ അത് എഴുതി തരാന്ന് പറഞ്ഞു അവിടെ അവന്റെ വീട്ടിൽ ചെന്നപ്പോ അവൻ പറയണ് അടുത്ത ആഴ്ച തരാൻ പറ്റുള്ളൂ. അതെന്തൊരു വർത്താനോന്നെ? എനിക്കങ്ങ് ദേഷ്യം വന്നില്ലേ. ഞാൻ പറഞ്ഞു നിന്റെ ബോർഡ് എടുത്തൊന്നും എനിക്ക് വേണ്ടാന്ന് പെയിന്റ് മേടിച്ചോണ്ട് അവന്റെ മുറ്റത്തിരുന്ന് ഞാൻ ബോർഡ് അങ്ങ് എഴുതി. എന്നിട്ട് കാണിച്ചു തരുന്നു. നീ അങ്ങോട്ട് വായിച്ച് വായിച്ച് തള്ളു. നീ ഇന്ന് തള്ളേ വല്ലതും ഉണ്ടാണ്ടോ? കണ്ടാ ചയ്യയോ? എന്തരന്നെ ചയ്യ? ചായ. ചായ? കപ്പി എന്തര്? കാപ്പി. ഊതമ്പം? കാറ്റ് വരും. അതല്ല, ഇതെന്തരന്ന് ഊതമ്പം? ബേളി? ബേളിയല്ല, ബോളി. നിങ്ങൾ എന്തരന്ന് എഴുതി? തരുവാടയാ? തരുവാടയല്ല, തൈരുവടാ. എന്റെ ദൈവമേ, കുത്തപ്പറയട്ടെന്ന്? കുത്തുപറോട്ടെന്ന്. എന്റെ നീലകേശി മുടുപ്പൊരു അമ്മച്ചിയെ, ഇത് ഇങ്ങനെ എഴുതി വെച്ചിരുന്ന എന്തൊരു ചെയ്യുന്ന നിങ്ങള്? നമ്മളെ ഈ തട്ടുകട പേരെന്തര്? ഒരു പൊളപ്പം തട്ടുകട. ഒരു പൊളപ്പം തട്ടുകട. നിങ്ങൾ ഈ ബോർഡ് ഇതിന്റെ മുമ്പിൽ വെച്ച എന്തറിയെന്നറിയാമോ? നമ്മളെ ഒരു പൊളപ്പം തട്ടുകട ഒരു പൊളിഞ്ഞ തട്ടുകടയാവും.